ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ മാത്സ് ഗണിതം 4ാമത്തെ പാഠഭാഗമാണ്. 4ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് റെസിപ്രോക്കൽസ് അഥവാ വിപരീത ഭിന്നങ്ങളാണ്. ഇതിൻ്റെ 2 വീഡിയോസ് ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ക്ലാസ്സാണ്. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതേപോലെ തന്നെ സോഷ്യൽ സയൻസ്, ബേസിക് സയൻസ്, അടിസ്ഥാന ശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, മാത്സ് തുടങ്ങിയ എല്ലാ ചാപ്റ്ററിൻ്റെയും ക്വസ്റ്റ്യൻ ആൻസറും ഫുൾ ആക്ടിവിറ്റീസും ഒക്കെ മലയാളം എക്സ്പ്ലനേഷനും ഒക്കെ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് എന്ന ചാനലിൽ കയറി പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, പേജ് 64ഉം അതേപോലെ തന്നെ പേജ് 68ഉം മലയാളം മീഡിയവും ഇംഗ്ലീഷ് മീഡിയവും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിൽ നമ്മൾ ലാസ്റ്റ് പാർട്ടാണ്. ആകെ ഇനി പേജ് 68ലെ 5 പ്രോബ്ലംസാണ് നമുക്കിനി ചെയ്യാനുള്ളത്. അപ്പോൾ പേജ് നമ്പർ 68 ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 5 പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. A 16 meters long rod is cut into pieces of length 2/3 meter. How many such pieces will be there? 16 മീറ്റർ നീളമുള്ള ഒരു കമ്പി 2/3 മീറ്റർ നീളമുള്ള കഷ്ണങ്ങളാക്കിയാൽ എത്ര കഷ്ണങ്ങളാക്കും? അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിവിഷനാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചല്ലോ. ലെങ്ത് ഓഫ് റോഡ് എത്രയാണ്? 16 മീറ്റർ ആണ്. കമ്പിയുടെ നീളം 16 മീറ്റർ ആണ്. ലെങ്ത് ഓഫ് വൺ പീസ്, ഒരു പീസ് എത്രയാണ്? 2/3 മീറ്റർ. ഒരു കമ്പി കഷ്ണത്തിൻ്റെ നീളം 2/3 മീറ്റർ. ഇനി നമ്മൾ 16 മീറ്ററിൽ നിന്ന് 2/3 മീറ്ററിൽ എത്ര കഷ്ണങ്ങളാക്കാൻ പറ്റും എന്നാണ് ക്വസ്റ്റ്യൻ. നമ്പർ ഓഫ് പീസസ്, കഷ്ണങ്ങളുടെ എണ്ണം എന്താ കാണാൻ? 16 മീറ്റർ ഡിവൈഡഡ് ബൈ 2/3. 16 ഹരിക്കണം 2/3. 16 ഡിവൈഡഡ് ബൈ 2/3. അപ്പോൾ ഇങ്ങനെ തന്നിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇങ്ങനെ ഡിവിഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. അതായത് ഇതിൻ്റെ വ്യുൽക്രമം എടുത്ത് ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇതാണ് നമ്മുടെ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സ്റ്റെപ്പ്. ഇതാണ്, അതായത് ഇങ്ങനെ ഹരിക്കാൻ തന്നാൽ, ഡിവിഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഫ്രാക്ഷണൽ ഡിവിഷനിൽ നമ്മൾ ചെയ്യേണ്ടത് ഇൻറ്റു ചെയ്യുക. ഡിവിഷൻ എന്നുള്ളത് ഇൻറ്റു ആക്കുക. എന്നിട്ട് നേരെ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. 2/3 എന്നുള്ളത് 3/2 ആക്കുക. നമുക്ക് ഇൻറ്റു ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കൂ, 16ഉം 2ഉം നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 8 ആയി. 8 × 3 എന്ന് പറയുന്നത് 24. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 24 പീസസ്. ഓക്കെ, 24 കഷ്ണങ്ങൾ. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ചോദ്യം, 5.25 ലിറ്റർ വെള്ളം 3/4 ലിറ്റർ വീതം കൊള്ളുന്ന കുപ്പികളിലാക്കണം. എത്ര കുപ്പികൾ വേണം? അപ്പം നമ്മൾ എന്താ ചെയ്യണത്? 5.25 ഹരിക്കണം 3/4, 3/4. How many 3/4 liter bottles are needed to fill 5 1/4 liter of water? അപ്പം നമ്മൾ ചെയ്യേണ്ടത് 5 1/4 ഡിവൈഡഡ് ബൈ 3/4. നമുക്ക് ചെയ്തു നോക്കാം. ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ 5 1/4 ലിറ്റർ. 5 1/4 ലിറ്റർ ആണ് ആകെ വെള്ളം. ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇൻ 1 ബോട്ടിൽ, ഒരു ബോട്ടിലുള്ള എത്രയാണ്? 3/4 ലിറ്റർ. കുപ്പി കൊള്ളുന്ന വെള്ളം, ഒരു കുപ്പി കൊള്ളുന്ന വെള്ളം എത്രയാണ്? 3/4 ലിറ്റർ. ഇനി നമ്പർ ഓഫ് ബോട്ടിൽസ് ആണ് നമ്മൾ കണ്ടത്, കുപ്പികളുടെ എണ്ണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 5 1/4 ഹരിക്കണം 3/4. 5 1/4 ഡിവൈഡഡ് ബൈ 3/4. അപ്പോൾ 5 1/4 എന്നുള്ളത് നമ്മൾ എന്താക്കണം? നോർമൽ ഫ്രാക്ഷനിലാക്കണം. അപ്പോൾ 5 × 4 20, 20 + 1 21, 21/4. 5 ഗുണിക്കണം 4 20, 20 + 1 21, 21/4. അപ്പോൾ ഹരിക്കണം നമ്മൾ അതേപോലെ എഴുതി, ഹരിക്കണം 3/4. 21 ഡിവൈഡഡ് ബൈ 4, 21/4 ഡിവൈഡഡ് ബൈ 3/4. അപ്പം 21/4 ഇൻറ്റു ഇതിനെ തിരിച്ചിടുക 4/3. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാം. 4ഉം 4ഉം കട്ട് ചെയ്തു. ഇനി 21ഉം 3ഉം എത്ര പോകും? 21ൽ 3 എത്ര ടൈംസ് പോകും? 7 ടൈംസ്. 21ൽ 3 7 ടൈംസ് ആണ് പോവുക. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടിയത്? ഇവിടെ 7 × 1 എന്ന് പറഞ്ഞാൽ 7, 1 × 1 എന്ന് പറഞ്ഞാൽ 1 തന്നെ. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 7. 7 കുപ്പികളുടെ എണ്ണം എത്രയാണ്? 7. ഇനി അടുത്ത ചോദ്യം നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 13 1/2 kilograms of sugar is to be packed into bags with 2 1/4 kilogram sugar each. How many bags are needed?
13.5 കിലോഗ്രാം പഞ്ചസാരയുണ്ട്. അത് 2.25 കിലോഗ്രാം ഉള്ള ഒരു ബാഗിലേക്ക് നിറയ്ക്കണം. അപ്പോൾ എത്ര ബാഗ് ഉണ്ടാവുന്നു? ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിവിഷനാണ് ചെയ്യേണ്ടത്. 13/1/2 ഡിവൈഡഡ് ബൈ 2 1/4. ഇതിൻ്റെ മലയാളം നോക്കാം. 13.5 കിലോഗ്രാം പഞ്ചസാര 2.25 കിലോഗ്രാം വീതമുള്ള സഞ്ചികളിലാക്കണം. എത്ര സഞ്ചികൾ വേണം? ഇപ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഷുഗർ, ആകെ പഞ്ചസാര എത്രയാണ്? 13/1/2 കിലോഗ്രാം, 13/1/2 കിലോഗ്രാം. ക്വാണ്ടിറ്റി ഓഫ് ഷുഗർ ഇൻ എ ബാഗ്, ഒരു സഞ്ചിയിലെ പഞ്ചസാര എത്രയാണ്? 2 1/4, ദാറ്റ് ഈസ് 2 1/4 കിലോഗ്രാം, 2 1/4 കിലോഗ്രാം. ഇനി നമ്മൾ 13.5 കിലോഗ്രാം ഉള്ള പഞ്ചസാര 2.25 കിലോഗ്രാം ഉള്ള എത്ര സഞ്ചികളിലാക്കാം എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ സഞ്ചികളുടെ എണ്ണം, നമ്പർ ഓഫ് ബാഗ്സ് എത്രയാണ്? സഞ്ചികളുടെ എണ്ണം കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 13/1/2 ഡിവൈഡഡ് ബൈ 2 1/4. 13 1/2 ഹരിക്കണം 2 1/4. അപ്പോൾ നമ്മൾ ഇതിനെന്താക്കണം? നോർമൽ ഫ്രാക്ഷനിലാക്കണം. നമ്മൾ സാധാരണ ഭിന്നത്തിലേക്ക് ആക്കണം. അപ്പം 13 ഗുണിക്കണം 2 26, 26 കൂട്ടണം 1 27, 27/2 ഹരിക്കണം. ഇതും നമ്മൾ 2 ഗുണിക്കണം 4 8, 8 കൂട്ടണം 1 9, 9/4. അപ്പോൾ നമ്മൾ സാധാരണ ഫ്രാക്ഷനിലേക്കാക്കി 27/2 ഡിവൈഡഡ് ബൈ 9/2. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഹരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വ്യുൽക്രമം എടുത്ത് നമ്മൾ ഗുണിച്ചാൽ മതി. ഓക്കെ, റെസിപ്രോക്കൽ എടുത്ത് ഗുണിച്ചാൽ മതി. അപ്പോൾ 27/2 നമ്മൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ ഇത് മറിച്ചിടാം, 4/9. അപ്പം നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാം 27ഉം 9ഉം അത് കട്ട് ചെയ്ത് പോകും. 9 1 ടൈം, 9 ഒരു പ്രാവശ്യം. അതേപോലെ തന്നെ 27 9 3 പ്രാവശ്യം. അതേപോലെ 2 നമുക്ക് കട്ട് ചെയ്യാം. 2 1 ടൈം, 4 2 എത്ര ടൈംസ് പോകും? 2 ടൈംസ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട്? 3 × 2 6, 1 × 1 1. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 6 ബാഗ്സിൽ നമുക്ക് നിറയ്ക്കാം. ഓക്കെ, മനസ്സിലായല്ലോ? 13.5 ഹരിക്കണം 2.25, 13/1/2 ഡിവൈഡഡ് ബൈ 2 1/4. അതിനെ നമ്മൾ നോർമലിലേക്കാക്കി. അതായത് 13 ഗുണിക്കണം 2 26, 26 കൂട്ടണം 1 27, 13 × 2 26, 26 + 1 27. എന്നിട്ട് നമ്മൾ ഇതിന്റെ റെസിപ്രോക്കൽ എടുത്ത്, അതായത് ഇതിനെ തിരിച്ചിട്ടിട്ട് നമ്മൾ ഇൻറ്റു ചെയ്തു. അപ്പം ഫ്രാക്ഷൻ ഡിവിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ, അതിന്റെ വ്യുൽക്രമം എടുത്ത് നമ്മൾ തിരിച്ചിട്ടിട്ട് ഇൻറ്റു ചെയ്താൽ മതി. ഡിവിഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? റെസിപ്രോക്കൽ എടുത്തിട്ട് നമ്മൾ ഇൻറ്റു ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 6 ബാഗ്സ് നമുക്ക് ആൻസർ കിട്ടി. ഇനി അടുത്ത ചോദ്യമാണ്. ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് 22.5 ചതുരശ്ര മീറ്ററും അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 3.25 സെൻറ്റിമീറ്ററുമാണ്. മറ്റേ വശത്തിൻ്റെ നീളം എത്ര? അപ്പോൾ നമുക്കറിയാം ചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. നീളം ഗുണിക്കണം വീതി. അപ്പോൾ നമ്മൾ പരപ്പളവും തന്നിട്ടുണ്ട്, ഒരു ലെങ്ത്തും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തതിൻ്റെ നീളം കാണാൻ എന്താ ചെയ്യേണ്ടത്? 22.5 ഹരിക്കണം 3.25. ഇതിൻ്റെ ഇംഗ്ലീഷ് നോക്കാം. ദ ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 22 1/2 സ്ക്വയർ സെൻറ്റിമീറ്റർ ആൻഡ് വൺ സൈഡ് ഈസ് 3/4 സെൻറ്റിമീറ്റേഴ്സ് ലോങ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ അതർ സൈഡ്? ഇനി നമ്മുടെ നാലാമത്തെ ചോദ്യം വായിച്ചല്ലോ. ഏരിയ ഓഫ് റെക്ടാങ്കിൾ എത്രയാണ്? 22 1/2 സ്ക്വയർ സെന്റിമീറ്റർ. ചതുരത്തിന്റെ പരപ്പളവ് 22.5 ചതുരശ്ര സെന്റിമീറ്റർ. ഇനി ലെങ്ത് ഓഫ് വൺ സൈഡ്, ഒരു വശത്തിന്റെ നീളം എത്രയാണ്? 3/4 സെന്റിമീറ്റർ. ഇനി നമുക്ക് ഏരിയ ഓഫ് റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ നീളം ഇൻറ്റു വീതിയാണ്. അപ്പോൾ ഇവിടെ പരപ്പളവും തന്നിട്ടുണ്ട്, ഒരു നീളവും തന്നിട്ടുണ്ട്. ഇനി നമ്മൾ വീതി കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏരിയ ബൈ ലെങ്ത് ആണ്, പരപ്പളവ് ബൈ നീളം. അപ്പോൾ നമുക്ക് വീതി അഥവാ ബ്രെഡ്ത്ത് കണ്ടുപിടിക്കാൻ 22.5 ഹരിക്കണം 3/4, 22 1/2 ഡിവൈഡഡ് ബൈ 3/4. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെ നമ്മൾ നോർമൽ ഫ്രാക്ഷൻ ആക്കണം. അപ്പോൾ 22 ഗുണിക്കണം 2 22 × 2 എന്ന് പറഞ്ഞാൽ 44, 44 + 1 45. ഇപ്പോൾ 45/2. പിന്നെ അതേപോലെ തന്നെ 3 ഗുണിക്കണം 4 12, 12 കൂട്ടണം 3 15, 3 × 4 12, 12 + 3 15, 15/4. അപ്പം 45/2 ഡിവൈഡഡ് ബൈ 15/4, 45/2 ഹരിക്കണം 15/4. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? 45/2 ഗുണിക്കണം ഇൻറ്റു ഇതിനെ തിരിച്ചിടുക 4/15. ഇനി നമുക്കിത്
ചെയ്യണം. അപ്പം 2 എത്രയാണ്? 2 ടൈംസിൽ പോവും. 15 45 3 ടൈംസിലല്ലേ? 45 15 3 പ്രാവശ്യം പോവും. അപ്പോൾ ഇവിടെ ഉള്ളത് എന്തൊക്കെയാണ് ഇനി? 3 × 2 അതായത് 6. ഒന്നും കൂടി ഇങ്ങോട്ട് മാറ്റി എഴുതാം. 45/2 × 4/15. അപ്പോൾ ഇവിടെ 2ഉം 2ഉം നമ്മൾ കട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ 2. ഇനി 45ഉം 15 45ഉം 15 നമ്മൾ കട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ 45ൽ 15 3 ടൈംസ് പോവും. ഇവിടെ 15 1. അപ്പോൾ ഇവിടെ എന്താണ് ആകെ ഉള്ളത്? ഇനി 3ഉം 2 ആണ്. 3 × 2 ദാറ്റ് ഈസ് 6. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി പീസസ് ഈച്ച് ഓഫ് ലെങ്ത് 2 1/2 meters ക്യാൻ ബി കട്ട് ഓഫ് ഫ്രം എ റോപ്പ് ഓഫ് ലെങ്ത് 11 1/2 meters? ഹൗ മെനി മീറ്റേഴ്സ് ഓഫ് റോപ്പ് വിൽ ബി ലെഫ്റ്റ്? അതായത് 11.5 മീറ്ററുള്ള ഒരു റോപ്പിൽ നിന്ന് 2.5 മീറ്ററുള്ള എത്ര പീസ് നമുക്ക് മുറിച്ച് മാറ്റാം, ബാക്കി എത്ര ഉണ്ടാവും? 11.5 മീറ്റർ നീളമുള്ള ഒരു കയറിൽ നിന്ന് 2.5 മീറ്റർ നീളമുള്ള എത്ര കഷ്ണങ്ങൾ മുറിച്ചെടുക്കാം, മിച്ചം എത്ര മീറ്റർ ഉണ്ടാവും? സിമ്പിളാണ്, നമുക്ക് ചെയ്തു നോക്കാം. ടോട്ടൽ ലെങ്ത് ഓഫ് ദി റോപ്പ്, കയറിൻ്റെ നീളം 11 1/2 മീറ്റർ, 11 1/2 മീറ്റർ. ലെങ്ത് ഓഫ് 1 പീസ് ദാറ്റ് കട്ട്, മുറിച്ചെടുക്കേണ്ട കയറിൻ്റെ നീളം എത്രയാണ്? 2 1/2 മീറ്റർ, 2.5 മീറ്റർ ആണ്. നമ്മളോട് ചോദിച്ച ലെങ്ത് ഓഫ് റിമൈനിങ് പാർട്ട്, ഇതൊക്കെ മുറിച്ചെടുത്തിട്ട് പിന്നെ അതിൻ്റെ റിമൈനിങ് പാർട്ട് എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? 11 1/2 ഡിവൈഡഡ് ബൈ 2 1/2 അല്ലേ? ഡിവൈഡഡ് ബൈ 2 1/2. അപ്പോൾ നമ്മൾ ഇതിനെ നോർമൽ ആക്കണം. 11 × 2 11 ഗുണിക്കാൻ 2 22 22 പ്ലസ് 1 22 പ്ലസ് 1 23/2 divided by 5/2, that is 2 × 2 4 4 plus 1 5/2. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 23/2 × 2/5 റെസിപ്രോക്കൽ വിൽക്രമം കണ്ടു തിരിച്ചിട്ടു. ഇനി ഇവിടെ നോക്കൂ, 2ഉം 2ഉം കട്ട് ചെയ്തു. ഇനി എന്താ ഉള്ളത്? 23/5 23 divided by 5. നമ്മൾ എന്ത് ചെയ്യണം? 23 divided by 5. അപ്പം നമ്മൾ ചെയ്തു. അപ്പം 4 20 പിന്നെ ബാലൻസ് 3. അപ്പം നമ്മൾ ഇനി എങ്ങനെ എഴുതും? 4 ഇവിടെ എഴുതും, അതേപോലെ 5 ഇവിടെ എഴുതും, റിമൈൻഡർ ഇവിടെ എഴുതും. അപ്പോൾ നമുക്ക് കിട്ടിയ 4 3/5. അപ്പോൾ എത്ര കഷ്ണങ്ങളായിട്ട് എടുക്കാം? 4 കഷ്ണങ്ങളായിട്ട് എടുക്കാം അല്ലേ? 4 കഷ്ണങ്ങളാണ്, 4 പീസസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അതിൽ എത്രയാണ് റിമൈനിങ്? 3/5. ബാക്കിയായ മിച്ചം കഷ്ണം എത്രയാണ്? 3/5 മീറ്റർ ആണ്. അപ്പോൾ 3/5 മീറ്റർ. അപ്പോൾ നമ്മളോട് ചോദിച്ചത് എന്താണ്? റിമൈനിങ് പാർട്ട് കാണാനാണ്. അപ്പോൾ കഷ്ണങ്ങളുടെ എണ്ണം നമ്മൾ കണ്ടുപിടിച്ചിട്ട് 4 കഷ്ണങ്ങളാണ് ഉണ്ടാവുക. അതിൻ്റെ ബാക്കി വരുന്ന ഭാഗം 3/5 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാനൽ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ മാത്സിൻ്റെ എല്ലാ ചാപ്റ്ററും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ബേസിക് സയൻസ് 3ാമത്തെ ചാപ്റ്ററും അതേപോലെ 4ാമത്തെ ചാപ്റ്റർ, അതായത് ഇൻജസ്റ്റിസ് ഫ്രം ഇൻജസ്റ്റിസ് ടു ജസ്റ്റിസ്, അനീതിയിൽ നിന്ന് നീതിയിലേക്ക് മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബേസിക് സയൻസിലെ 3ാമത്തെ ചാപ്റ്റർ വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റി, വൈദ്യുതിയുടെ ലോകം, ഫുൾ എക്സ്പ്ലനേഷൻ അടക്കം ലെറ്റേഴ്സസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതേപോലെ തന്നെ ഇംഗ്ലീഷിൽ നമ്മൾ ഫോറിൻ ലാൻഡ്സ് വരെ, അതുവരെയാണ് നമ്മുടെ ഓണപരീക്ഷയ്ക്കുള്ളത്. ഫോറിൻ ലാൻഡ്സ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതേപോലെ അടിസ്ഥാന പാഠാവലിയും കേരള പാഠാവലിയും എല്ലാത്തിൻ്റെയും ഫുൾ വീഡിയോ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ സഹിതം ഓൺലൈൻ ക്ലാസ് ഇന്ന് ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ക്ലാസ് 7 ബേസിക് സയൻസ് ഓൺലൈൻ ക്ലാസ് എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഏതാണോ സബ്ജക്റ്റ് വേണ്ടത് അതിൻ്റെ കൂടെ ഓൺലൈൻ ക്ലാസ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.